അഭിപ്രായ ഭിന്നതകൾക്കിടെ ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ചേരും. DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കോൺഗ്രസിന്റെ നിലപാടുകളിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാനുള്ള തീരുമാനത്തിലാണ് CPM-ഉം JMM-ഉം. മനു ഫല ചേരുന്നു. മനു, എന്താണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ സംഭവിക്കുന്നത്? 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നാണല്ലോ അവകാശവാദം. അത്രയുമെങ്കിലും പാർട്ടികൾ എത്തുമോ? 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നാണ് ജയറാം രമേശ് അവകാശപ്പെടുന്നത്. ഏതായാലും ശരത് പവാർ വിഭാഗം NCP വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും അത് കണ്ടറിയേണ്ട കാര്യമാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. സ്വാഭാവികമായും DMK ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. DMK ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കും ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറിയത് തങ്ങളെ വഞ്ചിച്ചതാണ് എന്നാണ് DMKയുടെ ഒരു നിലപാട്. സ്വാഭാവികമായും DMK ഇതിൽ നിന്ന് മാറുകയാണ്. CPIM-നും വലിയ വിമർശനം ഈ ഇന്ത്യ മുന്നണിയോടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം കോൺഗ്രസ്സിന് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ CPM-ഉം BJP-യും തമ്മിൽ ഒരു ബാന്ധവമുണ്ട്, രഹസ്യ ബാന്ധവമുണ്ടെന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPM-നെ ബാധിക്കും എന്നത് ഒരു ചർച്ചയായി വരുന്നു. മാത്രവുമല്ല, ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ സംബന്ധിച്ച് തന്നെ അതിലെ പ്രബല കക്ഷി കോൺഗ്രസ് അവർക്ക് BJP-യുമായി ബാന്ധവമുണ്ട് എന്നാക്ഷേപിക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ MA ബേബി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി നിൽക്കുന്നു. BJP ആകട്ടെ ഇത് കടലാസിൽ മാത്രമുള്ള ഒരു മുന്നണിയാണ്. ഈ മുന്നണിക്ക് യാതൊരു തരത്തിൽ ഉള്ള ഒരു ഐക്യവുമില്ല എന്ന പരിഹാസവും മറുവശത്തു നിന്ന് ഉയർത്തുന്നു. ഏതായാലും പക്ഷേ കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ നീങ്ങും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ BJP-യെ നേരിടാൻ തക്കവണ്ണം ഒരു ശക്തിയായി മുന്നണി രൂപപ്പെടും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഈ പാർലമെൻറ്റിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനിക്കുന്നതിനായി അവിടെ ഒരു ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിരുന്നു. അതനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. സമാനമായ രീതിയിൽ എന്ത് ആയിരിക്കും ഇനി 2029 തെരഞ്ഞെടുപ്പിൽ നടത്തുക എന്നൊരു ചോദ്യമുയരുന്നു. അപ്പോൾ നിരവധി കക്ഷികൾ, ഇപ്പോൾ TMC, മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ, അവരൊക്കെ എന്ത് നിലപാട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും? ആം ആദ്മി പാർട്ടിയുടെ നിലപാട് വളരെ നിർണായകമാണ്. അവർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലം പാലിക്കുന്നു തുടങ്ങി അങ്ങനെ രാജ്യത്തെ മറ്റ് പ്രമുഖ സംഘടനകളൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിർണായകമാണ്. 2029 തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതിലേക്ക് ഇന്ത്യ മുന്നണി ചുവടുവയ്ക്കുന്നു. BJP-യെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. 12 മണിയോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഡൽഹിയിൽ ഈ യോഗം ചേരും. സ്വാഭാവികമായും അതിൽ നിന്ന് എന്ത് പുറത്തുവരും എന്നുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.